ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി മസാല. എല്ലാവർക്കും ടേസ്റ്റി മസാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സുമായിട്ടാണ് വന്നേക്കുന്നത്. മറ്റൊന്നുമല്ല, കർണാടകയിലെ ഒരു ഈവനിങ് സ്നാക്കായ ചുറുമുറി ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും. ചുറുമുറി എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പദാർത്ഥമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് വലിയ ആൾക്കാരെ പോലെ തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചുറുമുറി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചുറുമുറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് പൊരി എടുത്തിട്ടുണ്ട്. ഇതൊരു 3 കപ്പോളം ഉണ്ട് ഈ പൊരി. അതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു ക്യാരറ്റ് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സവാള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, ഒരു വലിയ നാരങ്ങയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു കപ്പ് സാധാരണ മിക്സർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൽ കടല കൂടുതലുള്ള മിക്സറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനൊരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു സവാള എടുത്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ക്യാരറ്റ് നമ്മൾ മുറിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനെ നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിൽ നല്ല രീതിയിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഈ ചെറുനാരങ്ങ ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ചെറിയ നാരങ്ങയുടെ നീരിനെ പിഴിഞ്ഞ് ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ നാരങ്ങ പിഴിഞ്ഞു കൊടുത്താലും മതി. നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. അതിൻ്റെ ചാറ് മൊത്തം അതിലേക്ക് എത്തത്തക്ക രീതിയിൽ മുറിച്ച് കൊടുക്കുക. ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ആ ഒരു നാരങ്ങയുടെ രസം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി എന്ന് പറയുന്നത് എരിവുള്ള മുളകല്ല, നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. മുളക് അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എനിക്ക് തോന്നുന്നത് സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ തക്കാളി, നാരങ്ങ ഇതെല്ലാം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രധാനിയായ പൊരി ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല വെള്ള കളറുള്ള പൊരിയായത് കണ്ടില്ലേ. ഈ ഒരു പൊരി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം കണ്ടില്ലേ നല്ലോണം ഒന്ന്
ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അല്ലേ, ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് വലിയ ആൾക്കാർക്കല്ല പോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഇത് ഒരു സ്നാക്സായിട്ട് ഇഷ്ടപ്പെടും. വെറുതെ പൊരി ഇങ്ങനെ തിന്നുമ്പോഴത്തേക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിലാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. തീർന്നിട്ടില്ല, വേറെ സംഭവം കൂടെ ഉണ്ട്. ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് ഒരു പിഞ്ചിന് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത്ര മതിയാവും. ഇതാണല്ലേ, അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അത് ഓപ്ഷണബിൾ ആണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം കൂടെ ഉണ്ടാകും അതിന്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം എല്ലായിടത്തും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഉണ്ടല്ലേ, ഈ ഒരു രീതിയിലുണ്ടാവും. ഇനി വേണ്ടത് നമ്മുടെ മിക്സർ. കടല കൂടുതലുള്ള മിക്സറാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതിൽ വെള്ളവും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവുക. എരിവല്ല അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കണ്ടില്ലേ, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ചായക്കൊപ്പവും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. ഇനി വേണ്ടത് ഈ ഒരു കൂട്ടിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണ 1 സ്പൂൺ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചുറുമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. വലിയ ആൾക്കാരെ പോലെ തന്നെ ചെറിയവർക്കും ഇത് രുചിയോടുകൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കി കഴിച്ചു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ടേസ്റ്റി മസാല എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ചുറുമുറി.